ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ്. അതിനാവശ്യമായ ബോൺലെസ് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് ഒരു 1/2 കിലോയോളം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ സോയാ സോസ്, മുട്ടയുടെ വെള്ള, ഇതെല്ലാം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈക്ക് തിരുമ്മി യോജിപ്പിച്ചെടുക്കുന്നതാണ്. ഇതെല്ലാം കൂടെ തിരുമ്മി എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അത് വറുത്താണ് ഉപയോഗിക്കുന്നത്. ഇത് മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കണം. ആ സമയം കൊണ്ട് വേണം നമുക്ക് അരിക്ക് വേണ്ട വെള്ളം അടുപ്പത്ത് വെക്കാനായിട്ട്. ആ വെള്ളം വെച്ചതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ നീര്, ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ അരി വേവിക്കണം. 1 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് വേവിച്ച് എടുക്കണം. വേവിച്ച് ഊറ്റി മാറ്റിയാണ് എടുക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ അതിനാവശ്യമായ കുറച്ച് വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കണം. വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഫ്രൈഡ് റൈസ്, നമ്മുടെ സാധാ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വ്യത്യാസമായിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് അതിൻ്റെ കൂടെ ചേർക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ അരി വേകാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അരി നന്നായിട്ട് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ വേണം നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്, വറുത്തെടുക്കാൻ. ചിക്കൻ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അങ്ങനെ നന്നായിട്ട് ഒരു 3/4 വേവോളം നമ്മൾ മൊരിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടൊക്കെ ഇരിക്കണം ചിക്കന്. ചിക്കൻ അങ്ങനെ പകുതിയൊക്കെ വെന്തിട്ടുണ്ട്. കുറച്ച് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ചിക്കൻ. നമ്മളൊരു പാനിട്ട ചിക്കനായിരുന്നു, അതിപ്പോൾ ഏകദേശം പകുതിയോളമായി. അതിന് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. എന്നിട്ട് അതിൻ്റെ ബാക്കി കൂടെ ചിക്കൻ ഇരിപ്പുണ്ട്, അതുകൂടെ നമുക്കൊന്ന് ഇതേപോലെ വറുത്ത് കോരിയെടുക്കണം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി റൈസിൻ്റെ പരിപാടിയാണ് ഉള്ളത്. നമ്മൾ ആ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടെ ചിക്കൻ ഉണ്ടായിരുന്നത് ബാക്കിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഇതേപോലെ മുരിഞ്ഞ് വറുത്തെടുക്കണം. ചിക്കൻ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്തൊക്കെ കിട്ടും കേട്ടോ. വലിയ പീസാണെങ്കിൽ കുറച്ച് താമസമുണ്ട്. ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിയാണ് വെച്ചിരിക്കുന്നത്. അത് കാരണം വറുത്തിട്ട് നമ്മുടെ അരി അങ്ങനെ വെന്തിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ചിക്കനും അങ്ങനെ വെന്ത് വരുന്നുണ്ട്. ചിക്കനൊക്കെ വെന്ത് അത് ആ നേരത്തെ മാറ്റിയ പാത്രത്തിലോട്ട് തന്നെ ബാക്കിയും കൂടെ മാറ്റി ചിക്കൻ എല്ലാം കൂടെ വറുത്തൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ. അരി അങ്ങനെ വെന്ത അരി ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്.
അരിയൊക്കെ നന്നായിട്ട് വെന്ത് ഒരു പകുതി മുക്കാൽ വേവോളം മതി അരിയെ വേകുന്നത്. അപ്പം റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ഉരുളി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. ആ സമയം അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ല പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം അതിലേക്ക് സവോള നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സവോള ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്ന കൊത്തിയരിയുന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടെ വലുതാക്കിയായിട്ട് അരിഞ്ഞതാണ് സവോള. സവോളയും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നു. അതിന് മുന്നേയായിട്ട് നമ്മൾ കുറച്ച് സ്പ്രിങ് ഓണിയൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ. സവോളയും എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് അത്യാവശ്യം അറിയാവുന്ന രീതിയിലൊക്കെയാണ് കേട്ടോ വീഡിയോ ഇടുന്നത്. നന്നായിട്ട് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാനൊന്നും എനിക്കധികം അറിയാൻ വയ്യ. ഇതിലേക്ക് നമ്മൾ ഒരു മാഗി ക്യൂബ് കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന സവോള അതും കൂടിയിട്ട് നമ്മൾ സവോള വഴറ്റാൻ പോവുകയാണ്. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ കുറച്ച് വഴറ്റിയെടുക്കണം. സവോള വാടാൻ ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചോറിനും ചിക്കനും എല്ലാത്തിനകത്ത് ഉപ്പ് ചേർത്തുകൊണ്ട് കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കുന്നുള്ളൂ. സവോളയ്ക്കും ആ വെജിറ്റബിളിനും ആവശ്യമായ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഉപ്പ് കൂടിപ്പോകത്തില്ലേ. അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് വെച്ചിരിക്കുന്നത്. ഫ്രൈഡ് റൈസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തുള്ള ഫ്രൈഡ് റൈസിന് നമ്മളധികം കറിയൊന്നും വേണ്ട. ഇതിലേക്ക് നമ്മളൊരു സോസല്ല ഇതിലേക്കൊരു സോസ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയതിനെയാണ്. ഉണക്കമുളകും പിന്നെ കാശ്മീരി മുളകും ഇതെല്ലാം കൂടെ കുതിർത്ത് തക്കാളി ഇതെല്ലാം കൂടെ അരച്ച് നമ്മൾ നന്നായിട്ട് മൂപ്പിച്ച് ഒരു സോസാക്കി വെച്ചിട്ടുണ്ട്. ആ സോസും കൂടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഷെസ്വാൻ്റെ സോസാണ്. അതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ സോസിൻ്റെ വീഡിയോ ഞാൻ ഇടാം യൂട്യൂബ് ചാനലിലായിട്ട്. നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതുവരെ ഇട്ടിട്ടില്ല. ഇടാം. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ സോയ സോസ് കുറച്ച് 1 സ്പൂൺ സോയ സോസ്, പിന്നെ ഒരു 1.5 സ്പൂണുള്ള സോയ സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എല്ലാ സോയ സോസും ആ ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് അതിനെ ചിക്കനിലേക്കും സവോളയിലേക്കും എല്ലാത്തിനകത്തും കൂടെ ഒന്ന് ആയി വരട്ടെ. അതിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുറച്ച് നമ്മുടെ അതിലേക്ക് ചോറും കൂടെ ആഡ് ചെയ്ത് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് നമുക്ക് ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് കുത്തി യോജിപ്പിച്ച് എടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ടൊമാറ്റോ സോസും പിന്നെ സ്പ്രിങ് ഓണിയൻ ഏറ്റവും അവസാനം മതി സ്പ്രിങ് ഓണിയൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്നെ സപ്പോർട്ട് ചെയ്ത് നേരത്തെയൊക്കെ വീഡിയോ മിക്കവരും കാണുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം കാണുന്നുണ്ട് എന്നുള്ളത്. ആ കാണുന്നവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡി ആയിരിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ ബൈ.